അപ്പോൾ ഈ വർഷത്തെ JEE അഡ്വാൻസ്ഡ് പരീക്ഷയിലും അതുപോലെ തന്നെ കുസാറ്റ് എൻട്രൻസ് പരീക്ഷയിലുമൊക്കെ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥിയാണ് നമ്മുടെ സഞ്ജയ് പി മലർ. സഞ്ജയ് പി മലർ കണ്ണൂർ പയ്യന്നൂർ സ്വദേശിയാണ്. ഞങ്ങളിപ്പോൾ സഞ്ജയെ കാണാനായിട്ട് സഞ്ജയുടെ വീട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ JEE അഡ്വാൻസ്ഡ് പരീക്ഷയുടെ ആ ഒരു റിസൾട്ട് വന്നപ്പോൾ ഒരു നല്ലൊരു വിജയം അല്ലെങ്കിൽ ഒരു ഉന്നത വിജയം എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ഒരു നല്ല വിജയം നേടിയ നമ്മുടെ പാലാ ബ്രില്യൻ സ്റ്റഡി സെൻ്ററിലെ ഇൻ്റഗ്രേറ്റഡ് ബാച്ചിലെ വിദ്യാർത്ഥിയായിരുന്നു സഞ്ജയ്. അപ്പോൾ സഞ്ജയോട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയാനായിട്ടുണ്ട്. സഞ്ജയ്, ആദ്യമായിട്ട് കൺഗ്രാജുലേഷൻസ്. ഓക്കെ, എന്താണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്? JEE അഡ്വാൻസ്ഡ് നല്ലൊരു രീതിയിൽ ക്രാക്ക് ചെയ്യാനൊക്കെ സാധിച്ചു അല്ലേ? കുറേ നാളത്തെ ഒരു പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ അല്ലേ? എങ്ങനെ, എന്താ ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്? വളരെ സന്തോഷമായി. ഇത്ര 2 കൊല്ലം ഹാർഡ് വർക്ക് ചെയ്തു. പിന്നെ പാലാ ബ്രില്യൻ്റെ നല്ല സഹായം ഉണ്ടായി. അമൽ സാറൊക്കെ, ക്ലാസ് ടീച്ചറായ അമൽ സാറൊക്കെ വളരെ അധികം ഹെൽപ്പ് ചെയ്തു. ജിത് സാറ്. പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? പ്രിപ്പറേഷൻ ഞാൻ +1 ഞാൻ ബ്രില്യൻറ്റിൽ ചേർന്നത്. ഓൺലൈൻ +1 മൊത്തം ഓൺലൈനായിരുന്നു. അപ്പോൾ വീട്ടിലിരുന്ന് പഠിക്കും. അച്ഛനും അമ്മയും വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. പഠിക്കാനുള്ള അന്തരീക്ഷമൊക്കെ ഉണ്ടാക്കി തന്നു. ആദ്യം കുറച്ച് ഉത്സാഹത്തിൽ പഠിച്ചു. അവസാനമൊക്കെ ആയപ്പോൾ മടുത്തു ഓൺലൈൻ, സത്യം പറഞ്ഞ. അപ്പോൾ ഭാഗ്യത്തിന് കൂടുതലും സിസ്റ്റത്തിൽ തന്നെ നോക്കിയിരിക്കണം. അതെ. അപ്പോൾ ഭാഗ്യത്തിന് ഓഫ്ലൈൻ തുടങ്ങി. അങ്ങനെ +1 അവസാനത്തെ മോഡലുകളൊക്കെ ആയപ്പോൾ ഓഫ്ലൈൻ തുടങ്ങി. തൃശ്ശൂരിലായിരുന്നു, ഹോസ്റ്റലിലായിരുന്നു താമസിച്ചത്. ദേവമാത സ്കൂള് ഹോസ്റ്റലിലായിരുന്നു താമസിച്ചത്. ഹോസ്റ്റല് വളരെ നല്ല ഹോസ്റ്റലായിരുന്നു. എല്ലാവിധ സൗകര്യങ്ങളും അവർ ഒരുക്കി തന്നു. ഒന്നും ഉണ്ടായിരുന്നില്ല. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നല്ല ഫുഡായിരുന്നു. ഹോസ്റ്റലിന്റെ ഓണേഴ്സ് ആയാലും വാർഡനായാലും വളരെ ഒരു ഫാമിലി പോലെയായി വളരെ പെട്ടെന്ന്. അപ്പം അവിടെ ഇരുന്ന് നല്ലോണം പഠിക്കാൻ പറ്റി. ഹോസ്റ്റൽ ലൈഫ് ശരിക്കും അടിച്ചു പൊളിച്ച. അതെ, ഹോസ്റ്റൽ ലൈഫ് അവിടെ കുറച്ച് ഫ്രീ ആയിരുന്നു. ഹോസ്റ്റല് പഠിക്കേണ്ട സമയത്ത് പഠിക്കണം, ബാക്കി സമയത്ത് അവരത്ര കൺട്രോളിങ് ആയിരുന്നില്ല. അത് കാരണം ഫ്രണ്ട്സിനോടൊക്കെ നല്ല ഇൻട്രാക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു. കുറെ നല്ല ഫ്രണ്ട്സ് ഉണ്ടായി. അപ്പോൾ ഇപ്പം JEE അഡ്വാൻസ്ഡ് എക്സാം എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു എക്സാമാണല്ലോ. ഒരുപാട് വിദ്യാർത്ഥികൾ അതിന് വേണ്ടിയിട്ട് പറയുന്നത് JEE മെയിൻ ക്വാളിഫിക്കേഷനും കാര്യങ്ങളെല്ലാം. അപ്പോൾ ആ ഒരു എക്സാമിന് നമ്മൾ തയ്യാറെടുക്കുമ്പോൾ ഒരു ദിവസം ഒരു ഇത്ര ടൈം എടുത്ത് പഠിക്കണം, അല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഗൗരവമായിട്ടാണല്ലോ നിങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയായിരുന്നു? ഒരു ദിവസം ഒരു ടൈം ടേബിൾ ഉണ്ടായിരുന്നു? ഒരു ഫിസിക്സിന് ഒരു ഇത്ര ടൈം, മാത്സിന് ഒരു ഇത്ര ടൈം, കെമിസ്ട്രിക്ക് ഒരു ഇത്ര ടൈം, അങ്ങനെ NCERT പഠിക്കുമ്പോൾ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേക ഷെഡ്യൂൾ ഉണ്ടായിരുന്നോ? അതോ സഞ്ജയ്ക്ക് ഇൻട്രസ്റ്റ് തോന്നുന്ന ഒരു സമയത്ത് കൂടുതൽ സമയം പഠിക്കുക എന്നുള്ള ഒരു രീതിയായിരുന്നു? ഞാൻ കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആയിട്ടായിരുന്നു പഠിച്ചത്. അങ്ങനെ തന്നെ പഠിക്കണം എന്നില്ല, എല്ലാവർക്കും വേറെ വേറെ രീതികളാണല്ലോ. എനിക്ക് കുറച്ച് ഫ്ലെക്സിബിൾ ആയിട്ടായിരുന്നു പഠിക്കുന്നത് നല്ലത്. ഡെയിലി ഒരു ഇത്ര സമയം പഠിക്കും, കാരണം ബാക്കിയുള്ളവർ പഠിക്കുന്ന കാണുമ്പോൾ നമുക്കൊന്ന് പഠിക്കാൻ ഒരു ഇത് തോന്നും. ഹെൽത്തി കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നോ? കോമ്പറ്റീഷൻ ഹെൽത്തി കോമ്പറ്റീഷൻ. നിതീഷ് പറഞ്ഞ പോലെ പിയർ എഫക്റ്റ്. നമ്മുടെ സ്റ്റഡി ഹാളിൽ എല്ലാവരും ഇരുന്ന് പഠിക്കുന്നത് കാണുമ്പോൾ ഒരു ഇത് തോന്നും. അപ്പോൾ അതുപോലെ സഞ്ജയുടെ പേരൻസ് രണ്ടുപേരും ഡോക്ടേഴ്സാണ്. ഗ്രാൻഡ് ഫാദർ ഡോക്ടറാണ്. അപ്പം ഡോക്ടർ ഫാമിലിയാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ തൻ്റെ ഫീൽഡ് MBBS അല്ല, അല്ലെങ്കിൽ മറ്റൊരു ഫീൽഡിലേക്കാണ് എനിക്ക് പോകാൻ താല്പര്യം എന്ന് തിരിച്ചറിഞ്ഞപ്പോഴായിരുന്നു. ഒരു 7ാം ക്ലാസ്സൊക്കെ ആയപ്പോഴാണ് അച്ഛൻ കുറേ ബുക്സൊക്കെ വായിക്കാൻ തരുമായിരുന്നു. എനിക്ക് ഈ ഫിസിക്സും മാത്സും ഒക്കെ അന്നേരമാണ് ഇഷ്ടമായി തുടങ്ങിയത്. കുറച്ച് എക്സ്ട്രാ ഒക്കെ വായിക്കുമായിരുന്നു. അങ്ങനെയാണ്. പക്ഷെ അപ്പോഴും MBBS അല്ല ഞാൻ ലക്ഷ്യം വെക്കുന്നത്, അല്ലെങ്കിൽ MBBSലായിരിക്കില്ല എൻ്റെ കരിയർ എന്ന് എങ്ങനെയാണ് തിരിച്ചറിഞ്ഞത്? ഒരിക്കലും ഇങ്ങനെ എയിം വെച്ച് ഒരു പ്രഷറൊന്നും ഉണ്ടായിട്ടില്ല വീട്ടിൽ നിന്ന്. എയിം ഒന്നും ഉണ്ടായിരുന്നില്ല. ഇഷ്ടമില്ലത് പഠിച്ചു എന്ന് പറഞ്ഞു. ഇഷ്ടമുള്ളത് മാത്സും അതൊക്കെ പഠിച്ചു എന്ന് പറഞ്ഞു. ഇഷ്ടമുള്ളത് മാത്സ് ആയിരുന്നു അല്ലേ? മാത്സും ഫിസിക്സും ആയിരുന്നു. അപ്പം തന്നെ തിരിച്ചറിഞ്ഞു MBBS അല്ല. MBBS അല്ല എന്ന് മനസ്സിലായി. അപ്പം തന്നെ മനസ്സിലായി. അപ്പോൾ ഇനി ബ്രില്യൻറ്റിലേക്ക് വരികയാണെങ്കിൽ ബ്രില്യൻറ്റിൻ്റെ ആ ഒരു ഇൻഫ്ലുവൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ എങ്ങനെയായിരുന്നു ബ്രില്യൻറ്റിലെ ഫെസിലിറ്റീസൊക്കെ മോനെ ഇത്ര നല്ലൊരു നേട്ടത്തിലേക്ക് എത്തിക്കാൻ സഹായിച്ചത്? ഫസ്റ്റ് ഇയർ ഓൺലൈൻ ആയിരുന്നല്ലോ. അപ്പോൾ ഒന്ന് ഇൻട്രൊഡക്ഷൻ പോലെയൊക്കെ വളരെ നല്ല പ്രൊഫസർമാരായിരുന്നു. അപ്പോൾ നമുക്ക് പഠിക്കാനൊരു താല്പര്യം ഉണ്ടാകും. അവരവരുടെ ടോപ്പിക്കിൽ
ടോപ്പ് പ്രൊഫസർമാരായിരുന്നു നമുക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത് ഓൺലൈനിൽ. അപ്പം സബ്ജക്റ്റിനോടുള്ള താല്പര്യവും കുറച്ച് കൂടി, അത് വളരെ ഇമ്പോർട്ടൻ്റാണ് എൻ്റെ അഭിപ്രായത്തിൽ. പിന്നെ ജോർജ് സാറ് മീറ്റിംഗ് ഒക്കെ ഉണ്ടാവുമായിരുന്നു. ജോർജ് സാറ് വളരെ നല്ല മോട്ടിവേഷനായിരുന്നു തരാറ്. പിന്നെ ഓഫ്ലൈനിലേക്ക് വന്നപ്പോൾ ഹോസ്റ്റലൊക്കെ പറഞ്ഞല്ലോ, വളരെ നല്ല സൗകര്യങ്ങളൊക്കെ ആയിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട് ആദ്യത്തെ ഫിസിക്സ് ക്ലാസ് PMS സാർ ശ്രീജിത്ത് സാറ് വന്നിട്ട് ഒരു മോട്ടിവേഷൻ തന്നു. അത് കേട്ട ആരും പഠിക്കും. അതെ. പിന്നെ ഓഫ്ലൈൻ ആയാലും ഓരോ ടോപ്പിക്കിൽ ടോപ്പിൽ നിൽക്കുന്ന പ്രൊഫസർമാരൊക്കെ ആയിരുന്നു നമുക്കെടുത്ത് വളരെ നന്നായി സബ്ജക്റ്റും കോൺസെപ്റ്റ്സും ഒക്കെ ഗ്രാസ്പ് ചെയ്യാൻ അവർ സഹായിച്ചു. പിന്നെ തരുന്ന സ്റ്റഡി മെറ്റീരിയലും വർക്ക് ബുക്കും വളരെ നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു അതിലുണ്ടായത്. ലേണിംഗ് ആപ്പ് ആയാലും അതിലത്തെ എക്സാംസ് വളരെയധികം സഹായിച്ചു. മോക്ക് ടെസ്റ്റൊക്കെ ജെയ്മെയിൻസിന് പ്രത്യേകിച്ച് കുറേ ചെയ്തിരുന്നു. അപ്പോൾ അതുപോലെ ഇനിയിപ്പം മോൻ ലക്ഷ്യം വെക്കുന്ന ഒരു ക്യാമ്പസ് IISc ബാംഗ്ലൂർ. അപ്പോൾ ഇത്ര നല്ല JEE ഇത്ര നല്ലൊരു മാർക്ക് കിട്ടി നിൽക്കുന്നത് ഈ സമയത്ത് IIT താല്പര്യമില്ല, അല്ലെങ്കിൽ IIT വേണ്ടാന്ന് വെക്കാൻ കാരണം സബ്ജക്റ്റിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനാണ് താല്പര്യം. കൂടുതൽ റിസർച്ച് ചെയ്ത് പഠിക്കാൻ താല്പര്യം, അല്ലാതെ ഒരു എഞ്ചിനീയറിംഗ് ഫീൽഡിലോട്ട് മാറണം എന്നുള്ളൊരു ഇല്ല കൂടുതൽ അങ്ങനെ താല്പര്യമുണ്ട്. അതിന് പ്രത്യേക എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? അതോ ചെറുപ്പം മുതലേ ആ ഒരു റിസർച്ച് ചെയ്ത് പഠിച്ച് വന്നേക്കുന്ന ആ ഒരു രീതിയിൽ കൂടുതൽ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണോ, അതോ വേറെ ആരെങ്കിലും ഇൻസ്പയർ ചെയ്തുകൊണ്ടാണോ, അതോ മറ്റെന്തെങ്കിലും കാരണങ്ങളോ? ഞാൻ പറഞ്ഞില്ലേ, അച്ഛൻ വീട്ടുകാരും ഒരു പ്രഷറും തന്നില്ല, എൻജിനീയറിംഗ് എടുക്കണം, ജോലിക്ക് പോകണം. അപ്പോൾ അച്ഛൻ ഇഷ്ടമില്ല പഠിച്ചോ എന്നൊക്കെ പറഞ്ഞു. അത് കുറച്ച് ഇൻസ്പിറേഷനായി. അതുകൊണ്ട് അതിൽ നിന്നാണ് ഇഷ്ടമുള്ള തൻ്റെ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ ഏതാണെന്ന് തിരിച്ചറിഞ്ഞത് അല്ലേ? അപ്പോൾ അങ്ങനെ ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ നേരുകയാണ്. അപ്പോൾ IIS അഡ്മിഷൻ കിട്ടിയെന്നല്ലേ പറഞ്ഞു? കിട്ടി. അപ്പോൾ ആഗ്രഹിച്ച ക്യാമ്പസിൽ തന്നെ അഡ്മിഷൻ ഒക്കെ നേടിയെടുത്തിരിക്കുന്ന വ്യക്തിയാണ് നമ്മുടെ സഞ്ജയ്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ഭാവി ജീവിതത്തിലും ഇതിലും വലിയ പരീക്ഷകളൊക്കെ വരുമ്പോൾ അതിനെയെല്ലാം ഇതുപോലെ തന്നെ സക്സസ്ഫുള്ളായിട്ട് തന്നെ നേരിടാനും നല്ല ഉന്നത മാർക്കൊക്കെ കരസ്ഥമാക്കാനും സഞ്ജയ്ക്ക് സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ടീം ബ്രില്യൻ്റ് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. താങ്ക്സ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.